30 വെള്ളിക്കാശുമായി യൂദാ മടങ്ങുന്നത് ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിലൊരു ചെറു നാണയം പോലും അവന്റെ ആവശ്യത്തിന് അവൻ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ആ നാണയങ്ങൾ ദേവാലയവാതിക്കൽ എറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചെത്തു. തെറ്റായ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന ആഹ്ലാദത്തിന് ആയുസില്ലെന്നേ. എത്ര പണമുണ്ടായിട്ടെന്താ കാര്യം? അവസാനം ലഭിക്കുക 6 അടി മണ്ണല്ലേ. അപരാധങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നേ. നാം ചെയ്യുന്ന ഓരോ അപരാധവും ഊരാ കൊടുക്കാണ്. എത്ര ശ്രമിച്ചാലും ചിലപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല. തെറ്റ് തൊടുത്തുവിടുന്ന അസ്ത്രം പോലെയാണ്. കൈവിട്ടു പോയാൽ പിന്നെ അതിൽ നമുക്ക് സ്വാധീനം ഉണ്ടാകുകയില്ല. അപരാധങ്ങളുടെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ തക്കവണ്ണം, തെറ്റുകളിൽ നിന്ന് മാറി നടക്കാൻ തക്കവണ്ണം ഈ നോമ്പിൽ നമുക്ക് സാധിക്കട്ടെ.